നിങ്ങൾ അറിഞ്ഞോ, നമ്മളെല്ലാവരും കുറേ കാലങ്ങളായിട്ട് പണി തീരാൻ വേണ്ടി കാത്തിരിക്കുന്ന NH-66 പണി തീരുന്നതിന് മുമ്പ് തന്നെ പൊളിഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനുള്ളത് കൂരിയാടാണ്. കൂരിയാട് നമ്മളെ ഹൈവേയിൽ കുളപ്പുറം പാടത്താണത്. കുളപ്പുറം പാടത്ത് JCB അടക്കം ഒന്നായിട്ട് നമുക്ക് അതാ പോയിട്ടുണ്ട്. ഇതിൽ സർവീസ് റോഡിൽ നോക്കുക, 2-3 വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് മൊത്തം വീണ്ടും കയറിയിട്ടുണ്ട്. വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടാ. കന്യാകുമാരി തൊട്ട് മുംബൈക്ക് അടുത്തുള്ള പൻവേൽ വരെ പോകുന്ന 1640 കിലോമീറ്ററിന്റെ നീളമുള്ള ഒരു ഹൈവേ ആണ് NH-66. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നീളം അഥവാ 670ഓളം കിലോമീറ്റർ പോകുന്നത് കേരളത്തിലൂടെയാണ്. അതിന്റെ പണി നടക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. 2025 ഡിസംബർ ആകുമ്പോഴേക്ക് പണികൾ മൊത്തം കഴിയുന്നുള്ളതുമായിരുന്നു അവകാശവാദം. ഇനി അതൊക്കെ എന്താവോ എന്തോ. മലപ്പുറത്ത് കൂരിയാടിനടുത്ത് NH-66 ഹൈവേയും സർവീസ് റോഡും ചേർന്ന് പൊളിഞ്ഞ് വീണ് ഒരു പാടത്തേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിന്നൽ റോഡ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഈ ഹൈവേയുടെ ബജറ്റ് 66,000 കോടിയുടെ മേലെയായിരുന്നു. ലാൻഡ് അക്വിസിഷന്റെ പ്രശ്നങ്ങൾ കാരണം ഓൾമോസ്റ്റ് 11 വർഷത്തോളം ഈ പ്രോജക്റ്റ് ലാഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റിന്റെ ഓൾമോസ്റ്റ് 25% ബജറ്റും അലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേരള ഗവൺമെന്റിൽ നിന്നാണ്. ഈ ഹൈവേയുടെ കോൺട്രാക്ട് ഒരൊറ്റ കമ്പനിയല്ല പണി കഴിപ്പിക്കുന്നത്. അതായത് 21 റീച്ചുകളിലായിട്ട് ഡിഫറെന്റ് ടെൻഡേഴ്സ് ആയിട്ടാണ് ഇത് ഓരോ കമ്പനിക്കും വേണ്ടി കൊടുക്കുന്നത്. പുതുതായി പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡ്രീം പ്രോജക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് നിങ്ങൾക്ക് ട്രിവാൻഡ്രം വരെ റോഡ് വഴി വെറും 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്നുള്ളതായിരുന്നു അവകാശവാദം. ഇത് കേരളീയർക്ക് ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു അപകടത്തിന്റെ കാരണം കൃത്യമായും വ്യക്തമല്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അതോറിറ്റീസ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെഷേഴ്സ് തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.